നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. എടമുട്ടത്ത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടയിൽ സുഹൃത്തിന്റെ വെട്ടേറ്റ് മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു. സുഹൃത്ത് അറസ്റ്റിൽ. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഏകദിന പരിശീലനം നടത്തി. മഹിളാ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീധനത്തിനെതിരെ നൈറ്റ് മാർച്ച്. വാർത്തകൾ വിശദമായി. എടമുട്ടം കഴിമ്പ്രത്ത് മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപ്പിനി ഹലുവ തെരുവ് സ്വദേശി ചങ്ങരംകുളം വീട്ടിൽ 53 വയസ്സുള്ള ഹരിദാസ് നായർ കൊല്ലപ്പെട്ട കേസിലാണ് സുഹൃത്ത് എടച്ചാലി വീട്ടിൽ സുരേഷ് അറസ്റ്റിലായത്. ഇന്ന് രാവിലെയാണ് സുരേഷിന്റെ വീടിന്റെ വരാന്തയിൽ ഹരിദാസ് നായരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ വരാന്തയിലെ കസേരയിൽ കഴുത്തിൽ വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ, വലപ്പാട് കൈപ്പമംഗലം SHOമാരായ KS സുശാന്ത്, ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഉടൻ തന്നെ സുഹൃത്ത് സുരേഷിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സുരേഷിനൊപ്പം മദ്യപിക്കാൻ എത്തിയതായിരുന്നു കൊല്ലപ്പെട്ട ഹരിദാസ് നായർ. തർക്കത്തിനിടെ കഴുത്തിൽ വെട്ടേറ്റായിരുന്നു മരണം. അറസ്റ്റിലായ പ്രതിയെ രാത്രിയോടെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കിഴുപ്പുള്ളിക്കരയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വ്യാപക നാശം. നിരവധി നേന്ത്രവാഴകളും മരച്ചീനി, ചേമ്പ് തുടങ്ങിയ കാർഷിക വിളകളും നശിപ്പിച്ചു. താനം പഞ്ചായത്ത് അംഗം CL ജോയ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷിയിറക്കിയ 50ലേറെ നേന്ത്രവാഴകളും അറയ്ക്കൽ ജയശങ്കറിന്റെ മരച്ചീനി, ചേമ്പ് കൃഷിയുമാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി നശിപ്പിച്ചത്. 2 മാസത്തോളമായി പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. പ്രധാന വളപ്രയോഗം കഴിഞ്ഞതിനു ശേഷം വാഴത്തോട്ടത്തിലും വിളവെടുക്കാൻ പാകമായ മരച്ചീനി, ചേമ്പ് തോട്ടത്തിലുമുണ്ടായ കാട്ടുപന്നിയുടെ ആക്രമണം വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കിയിരിക്കുന്നത്. വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗം CL ജോയ് അറിയിച്ചു. കിഴുപ്പുള്ളിക്കരയിൽ കേട്ടുകേൾവില്ലാത്തതാണ് ഈ കാട്ടുപന്നിയുടെ ശല്യം. 2 മാസം മുമ്പ് ഒരു ദിവസം ഇതുപോലെ വന്ന് 10-20 വാഴ നശിപ്പിച്ചു പോയി. പിന്നെ കുറേ നാളുകൾ ഞങ്ങൾ പറമ്പിൻ്റെ അതിരൊക്കെ കണ്ടാടി വലയിട്ട് സംരക്ഷിച്ച് പോരുമായിരുന്നു. എന്നാൽ വീണ്ടും ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് കാട്ടുപന്നി ഇറങ്ങുകയും ഏകദേശം ഒരു 50ലധികം വാഴ ചവിട്ടി തിന്ന് നശിപ്പിച്ചു. ഒപ്പം തന്നെ കൊള്ളി, ചേമ്പ് തുടങ്ങിയ കായ്ഫലമുള്ള സാധനങ്ങൾ മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. ഇതെന്ത് ചെയ്യുന്നൊരു പിടിയില്ലാണ്ട് കർഷകർ വട്ടം നിൽക്കുക. സമാന രീതിയിൽ കിഴുപ്പുള്ളിക്കര പല ഭാഗത്തും ഇന്നലെ മിനിഞ്ഞാന്ന് നന്ദിലത്ത് പ്രഭാകരൻ്റെ 20 വാഴ ഇതേപോലെ ജീവികൾ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പലരുടെയും കൊള്ളിയും ചേമ്പും നശിപ്പിച്ചായ റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. കുളമ്പടി കണ്ടിട്ട് കാട്ടുപന്നിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാടിനോട് ചേർന്നല്ലാതെ ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപന്നിയെ കണ്ടെത്തിയത് പ്രദേശവാസികൾ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. റോഡിലൂടെ അതിവേഗത്തിൽ പായുന്ന കാട്ടുപന്നി വാഹനയാത്രക്കാർക്കും ഭീഷണിയാണ്. എൻ്റെ ചേമ്പ്, എൻ്റെ കൊള്ളി ഒക്കെ നശിപ്പിച്ചു. വാഴയും മാന്തി 2-3 വാഴ മാന്തിയിട്ടുണ്ട്. ഇപ്പം നാളെ തൊട്ട് ഇനി അത് കൂടാനേ സാധ്യതയുള്ളൂ. എന്തെങ്കിലും അത് അവസാനിപ്പിച്ച് എങ്ങനെയും പിടിക്കാനും വല്ല മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയും ചെയ്യുന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ചന്ദ്രപ്പിനി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വാർഷിക ദിനം ആഘോഷിച്ചു. SNE&C ട്രസ്റ്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷനായി. അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി മുഖ്യാതിഥിയായിരുന്നു. Inspired by their work, by their dedication, by their mentality towards public service, and that has inspired me to go on
SN വിദ്യാഭവൻ സ്കൂൾ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, SNENC ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MS പ്രദീപ്, വൈസ് പ്രസിഡന്റ് TS വിജയരാഘവൻ, ട്രഷറർ TK രാജീവൻ, ജോയിന്റ് സെക്രട്ടറിമാരായ സുരേഷ് ബാബു PT, രാജ്കുമാർ കരുവത്തിൽ, അഡ്മിനിസ്ട്രേറ്റർ PV സുദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. കലാകായിക മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാന വിതരണം നടത്തി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. T ഷറഫുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് രാജി KS അധ്യക്ഷത വഹിച്ചു. KAMA സംസ്ഥാന പ്രസിഡന്റ് AA ജാഫർ വിശിഷ്ടാതിഥിയായി. VC ഷാഹുൽ ഹമീദ് പ്രിൻസിപ്പൽ ഇൻചാർജ്, സ്വപ്ന KV, MPTA പ്രസിഡന്റ് സബീന, റോഷ്നി KV എന്നിവർ സംസാരിച്ചു. ജില്ലാതല സ്കൂൾ കലോത്സവ ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അറബി ഭാഷാ പ്രദർശനവും ഫലസ്തീൻ യുദ്ധവിരുദ്ധ പ്രദർശനവും നടന്നു. അധ്യാപിക ഷഫീദ അറബി ക്ലബ് അംഗങ്ങളും നേതൃത്വം നൽകി. തൃപ്രയാർ മൈസ്റ്റോർ മൊബൈൽസിന്റെ 3ാമത് വാർഷികാഘോഷവും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും നടന്നു. വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ സാലിം കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തൃപ്രയാർ മൈസ്റ്റോറിന്റെ 3ാമത്തെ വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് മധുരം പങ്കിടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. തൃപ്രയാർ മൈസ്റ്റോറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ മൈസ്റ്റോർ മാനേജിംഗ് ഡയറക്ടർ MA മുഹമ്മദ് അലി അധ്യക്ഷനായി. KY സാലിഖ്, AN സിദ്ധപ്രസാദ്, നിയാസ് നാട്ടിക, ജസീം K ഹംസ, മുഹമ്മദ് റിബ്ജീബ്, ജിതേഷ്, മുന്ന ആലാബ് എന്നിവർ സന്നിഹിതരായിരുന്നു. ക്രിസ്തുമസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളുമാണ് മൈസ്റ്റോറിൽ ഒരുക്കിയിട്ടുള്ളത്. വാർഷികത, അതായത് 4ാം വർഷത്തിലേക്ക് കിടക്കുകയാണ് മൈസ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ സ്നേഹത്തിനും എല്ലാ സഹകരണത്തിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ഓഫറുകൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് അതുപോലെ ആനിവേഴ്സറിയുടെ ഒരുപാട് ഓഫറുകൾ ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. എല്ലാവരും പർച്ചേസ് ചെയ്യാം. മണലൂർ സ്നേഹാറാം സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ക്രിസ്മസ് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എന്താ പറയേണ്ട നാട്, അതായത് മണലൂരല്ല, ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് യേശുദേവൻ ഭൂമിയിൽ പിറന്നു കാണിച്ച പോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ നടത്തി കൊടുത്തത്. അങ്ങനെ മനുഷ്യൻ എത്ര കണ്ട് വിനീതനാവാം എന്നുള്ളത് ഈ സ്കൂളിൽ വന്ന് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യൻ്റെ എത്ര അഹങ്കാരമുണ്ടെങ്കിലും ആ അഹങ്കാരത്തിനെ മനുഷ്യൻ ഒന്നുമല്ല എന്ന് നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ കഴിവുകളൊക്കെ വളരെ നിസ്സാരമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ കഴിവുകളൊക്കെ വളരെ നിസ്സാരമാണ്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞൻ പാപ്പക്കളിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിപ്പിച്ചത് ഇവിടുത്തെ അധ്യാപകന്മാരെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിൻ്റെ ഈ വൊക്കേഷണൽ ടീം. വാർഡ് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെയും മാലാഖമാരുടെയും വേഷം കെട്ടിയ വിദ്യാർത്ഥികൾ കരോൾ ഗാനത്തിനൊപ്പം നൃത്തച്ചുവട് വെച്ചു. സ്നേഹാറാം സ്പെഷ്യൽ സ്കൂൾ PTA പ്രസിഡന്റ് TR ജോയ്, സ്നേഹാറാം വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ PTA പ്രസിഡന്റ് TL ആന്റണി, സ്പെഷ്യൽ സ്കൂൾ ഫിനാൻസ് ചെയർമാൻ MK അനിൽ, MPTA പ്രസിഡന്റ് സനീഷ, വൊക്കേഷണൽ MPTA പ്രസിഡന്റ് അമ്പിളി, സ്പെഷ്യൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് C മരിയ പ്രകാശ് എന്നിവർ സംസാരിച്ചു. Yeah.
നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് 2024-25 വർഷത്തെ പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് ഏകദിന പരിശീലനം നടത്തി. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമുണ്ട്. നമ്മൾ ചെറുപ്പകാലത്തേക്കാൾ ഈ നാട് ഒട്ടേറെ വികസിച്ചിട്ടുണ്ട്. നമുക്ക് അന്ന് ലഭിച്ചതിനേക്കാൾ ഒട്ടനവധി സൗകര്യങ്ങൾ ഇന്ന് ലഭിക്കുന്നുണ്ട്. അതിൽ ആർക്കൊരു സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് നമ്മൾ തൃപ്തരാണോ? ഇതുകൊണ്ട് തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ മിക്കവാറും എന്താ ആൻസർ അല്ലാന്ന് തന്നെ. നമ്മളിതുകൊണ്ട് തൃപ്തരല്ല. കേരളത്തിലാണെങ്കിൽ താരതമ്യപ്പെടുത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി ബാബു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശങ്കരനാരായണൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഹില തളിക്കുളം ബ്ലോക്ക് കോർഡിനേറ്റർ പ്രൊഫസർ MV മധു പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സഹജീവിക്കൊരു തണൽ സ്വപ്നഭവനം കൈമാറി. സഹജീവിക്കൊരു തണൽ എന്ന പദ്ധതിയുടെ ഭാഗമായി ആലപ്പാട് കൺസ്ട്രക്ഷൻസുമായി സഹകരിച്ച് രവികുമാർ കോലേരി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിലെ നിർധന കുടുംബമായ പടിയത്ത് ഓമനയ്ക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത്. രവികുമാർ കോലേരി ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പാട് കൺസ്ട്രക്ഷൻസ് ഡയറക്ടർമാരായ മനോജ് KU, ഷിജി മനോജ്, വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ, ആലപ്പാട് കൺസ്ട്രക്ഷൻസ് ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരു ആശയം ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം. അപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് അർഹതപ്പെട്ടവരെ കണ്ടുപിടിക്കുന്ന ഒരു വലിയ ചുമതലയായിരുന്നു. ഞാൻ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് അവിടെയൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള മനോജ്, എൻ്റെ വീട് എക്സ്റ്റൻഷൻ സമയത്ത് മുതൽ ഞങ്ങൾ പരിചയമാണ്. അപ്പോൾ ഞാൻ മനോജിനെ ഏൽപ്പിച്ചു. മനോജ് അത് അഡ്വർടൈസ് ചെയ്ത് അതിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അർഹതപ്പെട്ടതാണെന്ന് മെമ്പർ സർട്ടിഫൈ ചെയ്തു. അപ്പോൾ അതിൽ അങ്ങനെ അത് തീർക്കാൻ പറ്റി. അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഏറ്റവും അധ്വാനിച്ചത് മനോജും ടീമുമാണ്. ഞാൻ അവിടെ നിന്ന് അവർ പറയുമ്പോൾ പൈസ അയച്ചു കൊടുക്കുക, എൻ്റെ എല്ലാ ദിവസവും എനിക്ക് അതിൻ്റെ വീഡിയോ അയച്ചു തരും. ഞാൻ ആ തറക്കല്ലിടാൻ വന്നിട്ട് പിന്നെ ഇന്നാണ് വരുന്നത്. പക്ഷേ അതുവരെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഇത് അവർക്ക് ഞാൻ ഇതാക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയും അതുപോലെ എന്നോട് എപ്പോഴും പറയും, ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും എൻ്റെ മകനാണെന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്കും ഇന്നൊരു വളരെ സന്തുഷ്ടമായിട്ട് ഇന്ന് നമുക്കൊരു വളരെ സംതൃപ്തികരമായിട്ട് ഒരു ഭവനം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കാരണക്കാരനായിട്ടുള്ളത് പ്രിയപ്പെട്ട രവികുമാർ കോലഴി അവർകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും. ഇതിന് നേതൃത്വം കൊടുത്തത് പ്രിയപ്പെട്ട ആലപ്പാട്ട് കൺസ്ട്രക്ഷൻസും പ്രിയപ്പെട്ട മനോജേട്ടനുമാണ്. ഇതിനു വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് RCLPU സ്കൂളിൽ പുതിയ സ്റ്റേജ് ഉദ്ഘാടനവും ക്രിസ്മസ് ആഘോഷവും നടന്നു. മണപ്പുറം ഫൗണ്ടേഷൻ MD VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ ബാബു അപ്പാടൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ആലിസ് PJ, ട്രസ്റ്റി ഷാജി ചാലിശ്ശേരി, സ്കൂൾ കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാൻ EK തോമസ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ജിജോ ചിറ്റിലപ്പിള്ളി, മുൻ ട്രസ്റ്റി ആന്റണി അധിയൂന്തൻ, OSA പ്രസിഡന്റ് ജോസ് താടിക്കാരൻ, സ്റ്റാഫ് പ്രതിനിധി റിൻഡറ്റ് ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. വാടാനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റും ആനുവൽ ഡേയും ആഘോഷിച്ചു. കേരള CPSE മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റും ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റുമായ അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ മേടിച്ചു കഴിഞ്ഞാൽ സർവ്വതും നേടി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ രൂപരേഖ അനുസരിച്ച് കേവലം പരീക്ഷകളിൽ നേടുന്ന മാർക്കിന് അധികം പ്രാധാന്യമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നാം നീങ്ങുന്നത്. കാരണം വിദ്യാഭ്യാസത്തിന്റെ മുഖച്ഛായ മാറ്റുന്നു. ഒരു വിദ്യാർത്ഥി ഒരു ഗ്രാജുവേറ്റ് ആയാൽ അല്ലെങ്കിൽ ഒരു MBBS ഡോക്ടർ ആയാൽ
അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയാൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം നീങ്ങുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തിലുള്ള പങ്കിനെക്കുറിച്ചും അദ്ദേഹം ബോധ്യപ്പെടുത്തി. സെക്രട്ടറി സയ്യിദ് ഫസൽ തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ സെയ്ദ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മാനേജർ ഹംസ മാസ്റ്റർ, അറബിക് HOD ജംഷീർ ബാഖവി, PTA പ്രസിഡന്റ് റഫീഖ്, വൈസ് പ്രിൻസിപ്പൽ രാധ ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനോത്സവത്തിന് ഈ മാസം 23-ന് ശനിയാഴ്ച കൊടിയേറുമെന്ന് ദേവസ്ഥാനം ട്രസ്റ്റി അഡ്വക്കേറ്റ് പ്രവീൺ PR, OKG ഹരിദാസ് കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മ, സംഗീതോത്സവ കമ്മിറ്റി അംഗം K ദിനേശ് രാജ, MP സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 23-ന് വൈകിട്ട് 7-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും. തുടർന്ന് ദേവസ്ഥാനം കലാപീഠം നാട്യമേള നടക്കും. 24 മുതൽ ആട്ടം കലാസമിതി, തേക്കിൻകാട് ബാൻഡ്, രാജേഷ് ചേർത്തലയുടെ പുല്ലാങ്കുഴൽ, RLV കലാകാരന്മാരായ ആനന്ദ്, രാമകൃഷ്ണൻ എന്നിവർ ഒരുക്കുന്ന മായാമയം നാട്യശില്പം, കീബോർഡ് മാന്ത്രികൻ സ്റ്റീഫൻ ദേവസി, KS ഹരിശങ്കർ, സൂരജ് സന്തോഷ് എന്നിവരുടെ മ്യൂസിക്കൽ ലൈവ് ഷോ എന്നിവ ഉണ്ടായിരിക്കും. ഡിസംബർ 29, 30 തീയതികളിൽ തിറവെള്ളാട്ട് മഹോത്സവവും മഹാരൂപക്കളവും നടക്കും. വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ വിഷ്ണുമായ സ്വാമിയുടെ എഴുന്നള്ളിപ്പും നടക്കും. ദേവദാസി സങ്കല്പത്തിൽ തിരുമുമ്പിൽ നടനവും നടക്കും. 31-ന് രാവിലെ 9-ന് രൂപക്കള ദർശനവും തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഭദ്രദീപം തെളിയിച്ചുകൊണ്ടുള്ള 501 സംഗീതജ്ഞർ പങ്കെടുക്കുന്ന ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനവും നടക്കും. തുടർന്ന് രൂപക്കളത്തിൽ നൃത്തം, വൈകിട്ട് കൊടിയിറക്കവും തീർത്ഥക്കുളത്തിൽ ആറാട്ടും നടക്കും. കൊടിക്കൽ പറയോടെ ദേവസ്ഥാനോത്സവം സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 29, 30 തീയതികളിലാണ് ദേവസ്ഥാനോത്സവമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്ര സംബന്ധിയായ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നമുക്ക്. ക്ഷേത്ര സംബന്ധിയായ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നാദസ്വരം, തായമ്പക, മേജർ സെറ്റ്, പഞ്ചവാദ്യം, ബൊമ്മലാട്ടം, ഹനുമാൻ നൃത്തം, കാളകളി തുടങ്ങിയ വിനോദപരമായ ഐറ്റങ്ങളും ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. കൂടാണ്ട് വിശ്വപ്രസിദ്ധമായിട്ടുള്ള വിഷ്ണുമായ സ്വാമിയുടെ ഗരുഡ സന്നിധിയിലേക്കുള്ള പരിവാര സമേതമുള്ള എഴുന്നള്ളിപ്പും 29, 30 തീയതികളുണ്ടാകും. പ്രസിദ്ധമായ ദേവീ സങ്കല്പത്തെ അനുസ്മരിപ്പിക്കുന്ന തിരുമുമ്പിൽ നടണമെന്ന പ്രത്യേക നൃത്ത പരിപാടിയും 29-നും 30-നും വൈകുന്നേരം 8 മണിക്ക് ദേവസ്ഥാനം ക്ഷേത്ര സന്നിധിയിൽ നടക്കും. ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. മണപ്പുറം റിതി ജ്വല്ലറി.
കേരളത്തിലെവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. മഹിളാ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീധനത്തിനെതിരെ വാടാനപ്പള്ളി സെന്ററിൽ നൈറ്റ് മാർച്ച് നടത്തി. മഹിളാ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സുചിത്ര ദിനേശ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ, സ്ത്രീകൾ സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുമ്പോൾ, സ്ത്രീകൾ മരണത്തിലേക്ക് നടന്നെടുക്കേണ്ടി വരുമ്പോൾ അതിനെതിരെയുള്ള വലിയ പ്രതിരോധം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സംസ്ഥാനതല ക്യാമ്പയിനായിട്ടുള്ള സധൈര്യം ആരംഭിച്ചത്. അതിനുശേഷം അതിന്റെ ജില്ലാതല ക്യാമ്പയിനുകൾ നടന്നു, പിന്നീട് ബ്ലോക്ക് തല ക്യാമ്പയിനുകൾ നടന്നു. ഇപ്പോൾ അത് മണ്ഡലം തലങ്ങളിലേക്കും ഇനി അത് വാർഡ് തലങ്ങളിലേക്കും എത്തി ഓരോ വീടുകളിലേക്കും സ്ത്രീധനം എന്ന് പറയുന്ന വിപത്തിനെ പറ്റിയുള്ള ബോധ്യത്തിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ, മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബഷീറ നൂറുദ്ദീൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ സുജാത ഹരിഹരൻ, ശ്രീകല സജീവൻ, കുമാരി സുരേഷ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ മുംതാസ് റഷീദ്, ആതിര വൈശാഖ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ലൈല സത്യൻ, യൂത്ത് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ഐശ്വര്യ നിഖിൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷെഫീന ഷബീർ അലി, ട്രഷറർ ഫാത്തിമ ജലീൽ എന്നിവർ സംസാരിച്ചു. നൈറ്റ് മാർച്ചിന് പിന്തുണയുമായി വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ CM രഘുനാഥ്, AK നൂറുദ്ദീൻ, രഘുനന്ദൻ, ആസിഫ് അലി, INTUC വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സുനിൽ ഇത്തിക്കാട്ട്, കർഷക കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് PV ഉണ്ണികൃഷ്ണൻ, പ്രവാസി കോൺഗ്രസിന്റെ മണലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സമീർ ഹംസ, രമി ഹരിചന്ദ്രൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് ശിവപ്രസാദ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് IP പ്രഭാകരൻ, കോൺഗ്രസ് ഭാരവാഹികളായ പീതാംബരൻ, അമീർ ഷാ, ദിപിൻ, ആബിദ് അലി എന്നിവർ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ സനില ബൈജു, സീമ സുനിൽ, സക്കീന ഷംസുദ്ദീൻ, സുലു ഷംസുദ്ദീൻ, ഗീത കൊച്ചുമോൻ, മണി കുമാരൻ, ഷേണി സന്തോഷ്, ലേഖ പവിത്രൻ, ജയ ബാബു, ഗീത ധനോജ്, സുഹറാബി ബി എന്നിവർ നേതൃത്വം നൽകി. കേരള NGO യൂണിയൻ നാട്ടിക ഏരിയയുടെ ജനറൽ ബോഡി യോഗം നടന്നു. തൃപ്രയാർ പ്രിയദർശിനി ഹാളിൽ ചേർന്ന യോഗം NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം P വരദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് അംബിക ചാത്തു അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി MV അരുൺ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KC ഗിരീഷ്, V വിമോദ് എന്നിവർ സംസാരിച്ചു. പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല എന്നതുവരെ. പക്ഷെ ഇപ്പൊ നോക്കൂ, നമുക്ക് ശമ്പളം നൽകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷാമബത്ത നൽകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് കിട്ടാനുള്ള കുറിച്ച് നമ്മളൊന്നും കടമായിട്ടല്ല ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യമായിട്ടല്ല ചോദിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3% കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ന് നമുക്ക് കടമെടുക്കാൻ സാധിക്കും. 3.5 കടമെടുക്കാം. 0.5 കടമെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ടീഷൻ വെച്ചിട്ടുള്ളത് ഇവിടുത്തെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കണം എന്നുള്ളതാണ്. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിച്ചാൽ 3.5% നിങ്ങൾക്ക് കടമെടുക്കാം. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു 3% കടമെടുത്താൽ മതി. അങ്ങനെ 3% കടമെടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ 3% വേണ്ട, 2.2% കടമെടുത്താൽ മതി. അങ്ങനെ കടമെടുക്കാനുള്ള പരിധി കുറയ്ക്കുന്നു. ശതാബ്ദി നിറവിൽ നിൽക്കുന്ന കണ്ടശാങ്കടവ് SH ഓഫ് മേരീസ് CGHSS ഇത്തവണത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങളോടൊപ്പം 100 വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ സ്റ്റഡി ടേബിൾ നൽകി മാതൃകയായി. മുൻ കൃഷി മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സമയത്ത് അച്ഛനൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടും നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം ടേബിളിലിരുന്ന് പഠിക്കാൻ സ്കൂളിൽ മാത്രമേ പറ്റുള്ളൂ. വീട്ടിലതിനുള്ള സംവിധാനങ്ങളൊന്നും പല വീടുകളിലും ഉണ്ടായിരുന്നില്ല.
ഇന്നത്തെ പോലെ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ഈ നിങ്ങൾക്ക് പറഞ്ഞൊരു പക്ഷേ മനസ്സിലാവില്ല, എലാസ്റ്റിക് കൊണ്ട് പുസ്തകം കെട്ടിവെച്ചിട്ടാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകാറുള്ളത്. ആരും ബാഗില്ല. ഞാൻ മാത്രമല്ല, അന്ന് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു ആൾക്ക് മാത്രമേ ബാഗ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു അലുമിനിയം കൊണ്ടൊരു പെട്ടിയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഞങ്ങളെല്ലാവരും എലാസ്റ്റിക്കിൻ്റെ കൊണ്ടുള്ള പുസ്തകം കെട്ടിവെച്ച് സ്കൂളിലേക്ക് വന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം മാറി. നമ്മുടെ വീടുകളിലെല്ലാം വലിയ മാറ്റങ്ങളുണ്ടായി. കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ആത്മ അധ്യക്ഷത വഹിച്ചു. സെന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോസ് ചാലക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. മണലൂർ പഞ്ചായത്ത് വാർഡംഗം കവിത രാമചന്ദ്രൻ, സ്കൂൾ സെക്കൻഡറി ചാരിറ്റി കമ്മിറ്റി ചെയർമാൻ ഷോയ് നാരായൺ, സ്കൂൾ സെന്റിനറി കമ്മിറ്റി ജോയിന്റ് ജനറൽ കൺവീനർ AP ജോസ്, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയങ്കണ്ടത്ത്, പ്രധാന അധ്യാപിക സിസ്റ്റർ ഐറിൻ ആന്റണി, അധ്യാപിക പ്രതിനിധി ജോൺസ ജോർജ് എന്നിവർ സംസാരിച്ചു. ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി. പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് രാംപൂർ ഘരാനയിൽ മിയാക്കി തോടി പെയ്തിറങ്ങി. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിലാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഇശലുകൾ ഉണർന്നത്. മിയാക്കി തോടി എന്ന പ്രഭാതരാഗത്തിലാണ്. തോടി എന്ന ബൃഹത് രാഗത്തിൽ 3 ഗീതങ്ങൾ ദ്രുത് ശൈലിയിൽ ചിട്ട ചെയ്ത് രാംപൂർ സഹസ്വാൻ ഘരാനയിൽ പാടിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശ്രോതാക്കളിൽ ഒരു പുതിയ ശൈലിയെ തന്നെയാണ് മുംബൈയിൽ നിന്ന് വന്ന ഉസ്താദ് ഗുലാം നിയാസ് ഖാൻ സംഗീതമഴയായി പെയ്തിറക്കിയത്. പത്മഭൂഷൺ നിസാർ ഹുസൈൻ ഖാൻ എന്ന സംഗീത സാമ്രാട്ടിന്റെ പരമ്പരയിലാണ് ജനിച്ചതും അദ്ദേഹം തന്നെയാണ് നിയാസ് ഖാന്റെ ഗുരുവും. ഹാർമോണിയത്തിൽ ബാംഗ്ലൂർ അശ്വിൻ വലാവാൾക്കറും തബലയിൽ ബാംഗ്ലൂർ സുമിത് നായിക്കും പക്കമൊരുക്കിയപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ ഹൗലായ കൃതിയും പഹാഡി രാഗ ത്രുമിയുമെല്ലാം കർണാനന്ദമായി. ദശാവതാരവും പ്രഹ്ലാദ സംരക്ഷണവുമെല്ലാം നൃത്തനൃത്യത്തിൽ മികച്ചതാക്കിയ ഗുരുവായൂർ നാട്യയുക്തയിലെ നർത്തകിമാരും ദക്ഷിണ കർണാടകത്തിൽ നിന്നു വന്ന ഹർഷിതയും അശ്വനി ബ്രഹ്മാസയും അവതരിപ്പിച്ച നാട്യാഞ്ജലി അലാരിപ്പ് അഭിനയ പ്രധാനമായ ജാവളി പരശ് രാഗ തില്ലാന എന്നിവയോടെ വഴവൂർ ശൈലിയിലെ ഭരതനാട്യ വിശേഷം അവതരിപ്പിക്കുകയുണ്ടായി. Happy
തുടർന്ന് കലാർപ്പണ ഏങ്ങണ്ടിയൂർ ശിവപാദം തൃപ്രയാർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദര സ്വാമിയും ട്രസ്റ്റി KT ദേവദാസും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഗുരുതരമായി കരൾ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള ജിതേഷിന്റെ ചികിത്സയ്ക്കായുള്ള സഹായ സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗം വിളക്കുംകാലിലുള്ള ജിതേഷ് സഹായ സമിതി ഓഫീസിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. ജിതേഷിന്റെ ഇതുവരെയുള്ള ചികിത്സയുടെ കാര്യങ്ങൾ യോഗം വിലയിരുത്തി. ചികിത്സാ കൺവീനർ ജോയ്മോൻ പള്ളിക്കുന്നത്ത്, ചികിത്സാ സമിതി ട്രഷറർ ഷാജി കുറുപ്പത്ത്, ജോസഫ് പള്ളിക്കുന്നത്ത്, വിദ്യാസാഗർ കാരയിൽ, ഷാജു വളപ്പൻ, മഹേഷ് മാധവൻ, ഷൈബ, ഷീലാബാലൻ, സുനിൽ കുമാർ എടക്കാട്ടിൽ, സൂര്യനാരായൺ കാട്ടൂർ, അശോകൻ പറത്താട്ടിൽ എന്നിവർ പങ്കെടുത്തു. പേപ്പർ വർക്കുകൾ ചെയ്യലാണ്. നമുക്ക് ഫണ്ട് പോരാ. നമ്മൾ വിചാരിച്ച 60 ലക്ഷത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മളൊരു പകുതിയിലെടുത്തോളം എത്തിയിട്ടില്ല. അപ്പൊ ഇനി ബാക്കിയുള്ള ഫണ്ട് നമുക്ക് ശേഖരിക്കണം. അപ്പൊ ഇനി അത് ബാക്കിയുള്ള ആളുകളെ നമ്മൾ കാണാൻ പോകണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കണേ. ഇപ്പൊ എന്തായാലും സർജറി എന്നുള്ളത് നമുക്ക് തീരുമാനമായി. കാരണം ഡോണറെ കിട്ടിയത് കൊണ്ട് നമുക്കിനി സർജറി എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സംവിധാനം എത്തിയിട്ടുണ്ട്. മണലൂർ അയ്യപ്പൻകാവിൽ നടക്കുന്ന 61ാമത് ദേശവിളക്കാഘോഷം കലോത്സവത്തോടെ 22-ന് വെള്ളിയാഴ്ച തുടങ്ങുമെന്ന് മുഖ്യരക്ഷാധികാരി സുനിൽ കൊച്ചത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 1-ന് രാവിലെ കാഞ്ഞാണി ശ്രീനാരായണ ഗുരു സ്ക്വയറിൽ നിന്നും 3 ആനകളുടെ പൂരം, കാവടി, മേളം, തേര് എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് മണലൂർ സത്രം ശിവക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് നടക്കും. 23 മുതൽ 2 നേരവും പ്രസാദ വോട്ടുണ്ടാകുമെന്നും ഭാരവാഹികളായ പ്രസിഡന്റ് ഷൈജു കോലാട്ട്, സെക്രട്ടറി സുധീർ പൊറ്റേക്കാട്ട്, സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെന്ററിൽ നിന്ന് ശ്രീനാരായണ ഗുരുസ്വാമികളുടെ സാന്നിധ്യത്തിൽ നിന്ന് 3 ആന, കാവടി, തേര്, പഞ്ചവാദ്യം, നാദസ്വരം, കാവടി, വാണിജ്യം. ഡിന്നീസ് ഗ്രൂപ്പിന്റെ 5ാമത് ബേക്കറി വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വാടാനപ്പള്ളി തെക്ക് ഭാഗം മുക്രിയകത്ത് ബിൽഡിംഗിലാണ് ഡിന്നീസ് ബേക്കറി ആരംഭിച്ചിട്ടുള്ളത്. ഡിന്നീസ് ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങൾ ആലേഖനം ചെയ്ത 40 അടി നീളമുള്ള ഭീമൻ കേക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരും നാട്ടുകാരും ചേർന്ന് മുറിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം വ്യത്യസ്തമാക്കിയത്. മറിച്ച് ഇവിടെ നമ്മളെല്ലാവരുമാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മളെല്ലാവരുമാണ് ഈ സ്ഥാപനം നിലനിർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ
എല്ലാവരുടെയും അഭിപ്രായങ്ങളും സ്നേഹവും എല്ലാം ഈ സ്ഥാപനത്തോടുണ്ടാവണം. നേരത്തെ സുനിൽ സാർ സൂചിപ്പിച്ചതുപോലെ ഡിന്നീസ് ബേക്കറിയുടെ 5ാമത്തെ സ്ഥാപനവും ഡിന്നീസ് ഗ്രൂപ്പിൻ്റെ 5ാമത്തെ ബേക്കറിയും 11ാമത്തെ സ്ഥാപനവും ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. വിശിഷ്ടാതിഥികളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജനകീയ പങ്കാളിത്തത്തോടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡിന്നീസ് ഗ്രൂപ്പ് അംഗങ്ങളായ VA അൻവർ, PM ഉമർ, AA സക്കീർ ഹുസൈൻ, PA അസീസ്, PB ലത്തീഫ്, ഡിന്നീസ് അഡ്മിനിസ്ട്രേറ്റർ ചീഫ് KK സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അരുൺ, ട്രഷറർ ജബ്ബാർ സമദ്, സൈദു മുഹമ്മദ്, AS ഉമർ, ജോസഫ്, ലാല സമദ്, ഷെഹറാനി, ബാപ്പു ഹാജി, ശശി, ആതിഥേയ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഹോട്ടൽ, ബേക്കറി, കാറ്ററിംഗ്, സൂപ്പർ മാർക്കറ്റ് എന്നീ മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ച് ജനസമ്മതി നേടിയ ഡിന്നീസ് ഗ്രൂപ്പിന്റെ 5ാമത് ബേക്കറിയാണ് വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഡിന്നീസിന്റെ തന്നെ സ്വന്തം ഉൽപാദനശാലയിൽ വളരെ ശുചിത്വത്തോടെ തയ്യാറാക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടമുട്ടത്ത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടയിൽ സുഹൃത്തിന്റെ വെട്ടേറ്റ് മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു. സുഹൃത്ത് അറസ്റ്റിൽ. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഏകദിന പരിശീലനം നടത്തി. മഹിളാ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീധനത്തിനെതിരെ നൈറ്റ് മാർച്ച്. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.